ഹായ് മക്കളെ, 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 3ാമത്തെ ചാപ്റ്ററിൽ എന്താ പൂവിൽ നിന്നും പൂവിലേക്ക് അല്ലെങ്കിൽ ഫ്ലവർ ടു ഫ്ലവർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സ് മക്കൾക്ക് പറഞ്ഞു തരാനാണ് സാറ് വന്നിട്ടുള്ളത്. എന്താടാ പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നോക്കടാ. പരാഗണം അല്ലെങ്കിൽ പോളിനേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കി, എന്തായിരിക്കും? യെസ്, എന്താണ്? പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതാണ് എന്ത്? പരാഗണം. ഓക്കെ ആണല്ലോ. എന്താണ്? ഒരു പൂവ് മറ്റൊരു വിത്തിൻ്റെ എന്ത് ചെയ്യുന്നത് മറ്റൊരു സ്ഥലത്ത് എത്തുന്നതിനാണ് അല്ലേ. എന്താണ്? പരാഗിയിൽ നിന്ന്, എവിടുന്ന്? പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് എത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? പരാഗണം. ഓക്കെ, അതിനാണ് നമ്മൾ പരാഗണം എന്ന് പറയുക. ഓക്കെ, എന്താണ്? അതാണ് പോളിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ്. പോളൻ ഗ്രെയിൻസ് എവിടുന്ന്? ഫ്രം ആന്തറിന് സ്റ്റിഗ്മയിലേക്ക് എന്ത് ചെയ്യുന്നു? പോളൻ ഗ്രെയിൻസ് എത്തുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? പോളിനേഷൻ എന്ന് പറയുക. ഓക്കെ ആണല്ലോ, പരാഗണം. അപ്പം എന്താ അങ്ങനെ പരാഗണത്തിന് സഹായിക്കുന്നു എന്തിന്? പരാഗിയിൽ നിന്ന് പരാഗരേണുക്കളെ പരാഗണ സ്ഥലത്ത് എത്തിക്കുന്നവരെ നമ്മൾ എന്ത് പറയുന്നു? പരാഗണകാരികൾ അല്ലെങ്കിൽ എന്ത് പറയുന്നു? പോളിനേറ്റിംഗ് ഏജൻസ് എന്ന് പറയും അല്ലേ. പോളിനേറ്റിംഗ് ഏജൻസ് എന്നാണ് എന്ത് ചെയ്യുക നമ്മൾ അവരെ പറയുക. പക്ഷെ ആലോചിച്ചോട്ടെ, ആരൊക്കെയായിരിക്കും പോളിനേറ്റിംഗ് ഏജൻസ്? ഒരു പൂവിൽ നിന്ന് ഇങ്ങനെ പോളൻ ഗ്രെയിൻസ് എടുത്തിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്ന ആൾക്കാർ അല്ലേ. പൂമ്പാറ്റകളൊക്കെ എന്താണ്? എന്താണ്? പോളിനേറ്റിംഗ് ഏജൻസ് അല്ലെങ്കിൽ പരാഗണകാരികളാണെന്ന് പറയും. ഇവർ മാത്രമാണോ എന്ത്? പോളിനേറ്റിംഗ് ഏജൻസ് അല്ലെങ്കിൽ പരാഗണകാരികൾ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലല്ലേ. ആരൊക്കെയാണ്? കാറ്റും ജലവും. ഓക്കെ, വാട്ടർ ആൻഡ് വിൻഡ് എന്താണ്? പോളിനേറ്റിംഗ് ഏജൻസ് ആണ് അല്ലെങ്കിൽ പരാഗണകാരികളാണ്. ഓക്കെ ആണല്ലോ. എവിടെയൊക്കെയാ നോക്കടാ? നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ്, ഇവിടെയൊക്കെ എന്താ? പരാഗണം കാറ്റ് വഴിയാണ്. ഓക്കെ, ഗോതമ്പ്, ചോളം, കരിമ്പ്, നെല്ല് പോലുള്ളതിൽ എന്താണ്? പരാഗണകാരി അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജന്റ് ആരാ? കാറ്റാണ് അല്ലെങ്കിൽ വിൻഡാണ്. അപ്പോൾ വാട്ടർ എവിടെയാണ് വരുന്നത്? കുരുമുളക് ചെടിയിൽ ആരാണ്? ജലം അല്ലെങ്കിൽ മഞ്ഞുതുള്ളിയാണ് എന്ത്? കുരുമുളകിൽ ആരാണ് പോളിനേറ്റിംഗ് ഏജന്റ്? പെപ്പർ പ്ലാന്റിൽ ആരാണ്? വാട്ടർ അല്ലെങ്കിൽ ഡ്യൂ ഡ്രോപ്സ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഈ പൂമ്പാറ്റകളും ഷഡ്പദങ്ങളും മാത്രമല്ല പോളിനേറ്റിംഗ് ഏജൻസ്, കാറ്റും ജലവും അല്ലെങ്കിൽ വിൻഡ് ആൻഡ് വാട്ടർ ഓൾസോ എന്താണ്? പോളിനേറ്റിംഗ് ഏജൻസ് അല്ലെങ്കിൽ പരാഗണകാരികളാണ്. ഓക്കെ ആണല്ലോ. ആ പരാഗണകാരികളാണ്. അപ്പോൾ നോക്കടാ, 2 തരത്തിലുള്ള പരാഗണങ്ങളുണ്ട് അല്ലേ. സ്വപരാഗണം, അത് ആദ്യത്തത് സ്വപരാഗണം അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പൂവിൽ നിന്ന് തന്നെ ആ പൂവിലുള്ള മറ്റൊരു പൂവായിട്ട് എന്ത് ചെയ്യുക? പരാഗണം നടത്തുക. അതിനാണ് എന്ത് പറയാ? സ്വപരാഗണം. ഈ ചിത്രത്തിൽ നോക്കിയേ, ഈ പൂവിന്റെ ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് വരുന്നു അല്ലേ. അല്ലെങ്കിൽ സ്വപരാഗണം വേറെ രീതിയിൽ നടക്കാം. എന്താ? ഒരേ ചെടിയിലുള്ള ഈ പൂവിൽ നിന്നും ഈ പൂവിലേക്ക് നടക്കാം, അല്ലെങ്കിൽ ഒരു പൂവിൽ തന്നെ നടക്കാം. ഓക്കെ, അത് നമ്മൾ എന്ത് പറയുന്നു? സ്വപരാഗണം. എന്താ? ഒരു പൂവിന്റെ പരാഗരേണുക്കൾ അതേ പൂവിന്റെ സെയിം പൂവിന്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നു. ഇത്തരത്തിലുള്ള പരാഗണത്തെ സ്വപരാഗണം അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത് അല്ലേ. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഫ്രം ഓഫ് ദ സെയിം ഫ്ലവർ. ഏത് പൂവിൽ നിന്നാണോ അതേ പൂവിൽ തന്നെയാണ് എന്ത് ചെയ്യുക? പതിക്കുക. ദിസ് ടൈപ്പ് ഓഫ് പോളിനേഷൻ ഈസ് കോൾഡ് എന്ത്? സെൽഫ് പോളിനേഷൻ. ഓക്കെ ആണല്ലോ. സെൽഫ് പോളിനേഷൻ കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? സ്വപരാഗണം. സെൽഫ് പോളിനേഷൻ കഴിഞ്ഞാൽ പരപരാഗണം. എന്താണ്? പരപരാഗണം അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ വരുന്നു. അപ്പൊ എന്താ? നേരത്തെ ആലോചിച്ചാൽ മതി. സ്വന്തം ഒരേ പൂവിലാണ്, ഒരേ ചെടിയിലുള്ള ഒരേ പൂവുകൾ തമ്മിൽ അല്ലെങ്കിൽ ഒരേ ചെടിയിലുള്ള പൂവുകൾ തമ്മിലാണ് സ്വപരാഗണമെങ്കിൽ ഈസിയാണ്. എന്താണ്? ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ പരപരാഗണം എന്തായിരിക്കും? വ്യത്യസ്ത ചെടികൾ തമ്മിലായിരിക്കും അല്ലെ. ഈ ചിത്രം നോക്കിയേ, ഈ പൂവിൽ നിന്നും ഈ ചെടിയിലെ ഈ പൂവിൽ നിന്ന് ഈ ചെടിയിലെ ഈ പൂവിലേക്കാണ് എന്ത് ചെയ്യുന്നത്? പോളൻ ഗ്രെയിൻസ് പോകുന്നത്. നോക്ക്, ഒരു പൂവിന്റെ പരാഗരേണുക്കൾ വ്യത്യസ്ത പൂക്കളുടെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നു. ഓക്കെ, ഒരു പൂവിൽ നിന്ന് വ്യത്യസ്ത പൂവിലേക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത ചെടിയിലുള്ള പൂവിലേക്കാണ് എന്ത് ചെയ്യുക? ഈ പോളൻ ഗ്രെയിൻസ് പോവുക. ഇത്തരത്തിലുള്ള പരാഗണത്തെ പരപരാഗണം എന്ന് വിളിക്കുന്നു. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ഏതർ ടു സ്റ്റിഗ്മ ഡിഫറെന്റ് ഫ്ലവേഴ്സിലേക്കാണ്, വ്യത്യസ്ത പൂവിലേക്കാണ് പോവുക. എന്താ? ദിസ് ഈസ് കോൾഡ് ക്രോസ് പോളിനേഷൻ. ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്തു? ഇതൊക്കെ സ്വന്തമായിട്ട് നടക്കുന്ന അല്ലെ, ചെടികൾ തമ്മിൽ പ്രകൃതിയാൽ നടക്കുന്ന എന്താണ്? പ്രകൃതിയാൽ നടക്കുന്ന പരാഗണമാണ് എന്ത്? പരപരാഗണം, സ്വപരാഗണം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ? കൃത്രിമ പരാഗണം. എന്താണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ പരാഗണം? മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നല്ല കായ്ഫലമൊക്കെ കിട്ടുന്ന ചെടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വിത്തിനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് അല്ലെ, നല്ല പോലെ എന്ത് ചെയ്യുന്നു? എല്ലാ ഫലങ്ങളും സാധനങ്ങളും ഒക്കെ കിട്ടുന്ന ചെടിയിൽ നിന്ന് എന്ത് ചെയ്യും? പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് എന്ത് ചെയ്യും? നിക്ഷേപിക്കുന്നു. എന്ത് ചെയ്യും? മനുഷ്യന്മാരെ അങ്ങനെ വേർതിരിച്ചെടുത്ത് വിതരണം മനുഷ്യന്മാർ ചെയ്യും. ഇതിനാണ് എന്താ പറയാ?
കൃത്രിമ പരാഗണം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയാം. ഓക്കെ, പോളൻ ഗ്രെയിൻസ് ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സിന്റെ എന്ത് ചെയ്യുന്നു, ഈസ് ആർ കളക്റ്റഡ് ആൻഡ് ഡസ്റ്റഡ് ഓൺ ദ സ്റ്റിഗ്മ ഓഫ് അതർ പ്ലാന്റ്സ്. എന്ത് ചെയ്യും, അപ്പൊ അത് ആ ഏത് പൂവിനോ സുപ്പീരിയർ പ്ലാന്റിന്റെ അതേ ഗുണങ്ങൾ എന്ത് ചെയ്യും, എവിടെയാണോ പോളൻ ഗ്രെയിൻസ് കൊണ്ടുപോയിട്ടത് ആ ചെടിക്കും ഉണ്ടാവും. അപ്പൊ ഹൈ ക്വാളിറ്റി സീഡ്സ് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. അതിനാണ് എന്ത് പറയാ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയാം. അപ്പൊ എന്ത് ചെയ്യണം, ആർട്ടിഫിഷ്യൽ പോളിനേഷനും സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും എന്ത് ചെയ്യണം മക്കളൊന്ന് ഓർമ്മിച്ച് വെക്കണം ഈ പാഠത്തിൽ കേട്ടോ. പൂവിൽ നിന്നും പൂവിലേക്ക് അല്ലെങ്കിൽ ഫ്ലവർ ടു ഫ്ലവർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, ബൈ.